നമസ്കാരം. ശബരിമല ക്ഷേത്രത്തിലെ കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങളും തുടർന്നുണ്ടായിട്ടുള്ള വിജിലൻസ് അന്വേഷണവും അത് കേരള രാഷ്ട്രീയത്തിൽ പുതിയ പോർമുഖം ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിക്കാനിരിക്കെ ദേവസ്വം ബോർഡ് മുൻ അംഗം അജയ് തറയലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് സർക്കാർ നടത്തുന്ന ഈ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണം അതിശക്തമാണ്. 2017 നടന്ന ഒരു പ്രക്രിയയെ 7 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ പൊടിതട്ടിയെടുക്കുന്നത് സർക്കാരിൻ്റെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്ന് UDF കേന്ദ്രങ്ങൾ ആരോപിക്കുന്നു. സതീശൻ്റെ ജാഥയ്ക്ക് ലഭിക്കുന്ന ജനപിന്തുണയിൽ വിരളി പൂണ്ട CPM ഇപ്പോൾ ജനശ്രദ്ധ തിരിച്ചുവിടാനും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളെ അഴിമതിക്കാരായിട്ട് ചിത്രീകരിക്കാനും ആസൂത്രിതമായിട്ടുള്ള ശ്രമമാണ് വിജിലൻസിനെ ഉപയോഗിച്ച് നടത്തുന്നതെന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം. കൊടിമര നിർമ്മാണത്തിനായിട്ടുള്ള സ്വർണ്ണ ശേഖരണത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചുവെന്ന വിജിലൻസ് റിപ്പോർട്ടാണ് നിലവിലെ വിവാദങ്ങൾക്ക് ആധാരം. എന്നാൽ ഈ ആരോപണങ്ങളെ അക്കമിട്ട് നിരത്തിക്കൊണ്ട് പ്രതിരോധിക്കുകയാണ് അജയ് തറയിൽ. 9.16 കിലോഗ്രാം സ്വർണം ഫീനിക്സ് ഗ്രൂപ്പിൻ്റെ സ്പോൺസർഷിപ്പിലൂടെയാണ് ലഭിച്ചതെന്നും ഇത് കസ്റ്റംസിൽ നിന്ന് നേരിട്ട് വാങ്ങിയതാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഹൈക്കോടതിയുടെ കർശനമായ മേൽനോട്ടത്തിലാണ് പമ്പയിൽ വെച്ച് സ്വർണം പൂശുന്ന പ്രക്രിയ പൂർത്തിയാക്കിയത്. തിരുവാഭരണ കമ്മീഷണർ ദേവസ്വം ബോർഡ് സെക്രട്ടറിക്ക് സമർപ്പിച്ച കണക്കുകളിൽ ഒരിടത്തും ക്രമക്കേട് സൂചിപ്പിച്ചിട്ടില്ലെന്നും എല്ലാ രേഖകളും നിലവിൽ ഹൈക്കോടതിയുടെ പക്കലുണ്ടെന്നും അജയ് തറയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഒരു രാഷ്ട്രീയ വേട്ടയാടലിന് ശബരിമലയിലെ ആചാരങ്ങളെ പോലും ആയുധമാക്കുന്ന പിണറായി സർക്കാരിൻ്റെ നടപടി ലജ്ജാകരമാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. വിജിലൻസ് കണ്ടെത്തിയെന്ന് പറയുന്ന 412 ഗ്രാം സ്വർണത്തിൻ്റെ കണക്കിലെ അവ്യക്തത തികച്ചും സാങ്കേതികമായിട്ടുള്ള കാര്യമാണെന്ന് കോൺഗ്രസ് നേതൃത്വം വാദിക്കുന്നു. ഭക്തർ നൽകിയ ഈ സ്വർണത്തിന് കൃത്യമായ രസീത് നൽകിയില്ലെന്നും ഓരോരുത്തരും നൽകിയ അളവ് രേഖപ്പെടുത്തിയിട്ടില്ലെന്നുമാണ് വിജിലൻസ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ മൊത്തം 9.57 കിലോഗ്രാം സ്വർണത്തിൽ 9.34 കിലോയും കൃത്യമായി വിനിയോഗിച്ചതിൻ്റെ കണക്കുകൾ നിലവിലുണ്ട്. വിവിധ പ്രമുഖരും അതോടൊപ്പം സിനിമാ നിർമ്മാതാക്കളും നൽകിയ സംഭാവനകൾ ചട്ടവിരുദ്ധമായിട്ട് സ്വീകരിച്ചുവെന്ന ആരോപണം രാഷ്ട്രീയ ലാഭത്തിനായിട്ട് കെട്ടിച്ചമച്ചതാണെന്നാണ് കോൺഗ്രസിൻ്റെ പക്ഷം. 3200 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ അംഗീകാരത്തോടെയാണ് നടന്നതെന്നും ഇതിൽ വിജിലൻസിന് പ്രത്യേകമായി എന്ത് പരിശോധിക്കാനാണ് ഉള്ളതെന്നും നേതാക്കൾ ചോദിക്കുന്നു. ഈ അന്വേഷണത്തിൻ്റെ ടൈമിംഗ് അതീവ പ്രാധാന്യമുള്ളതാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട്. പുതുയുഗ യാത്രയുടെ ഓരോ ഘട്ടത്തിലും കോൺഗ്രസ് നേതാക്കളെ വേട്ടയാടാനുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. ജാഥ ആരംഭിച്ച ദിവസം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തതും ഇപ്പോൾ നിർണായക ഘട്ടത്തിൽ അജയ് തറയലിനെതിരെ നീങ്ങുന്നതൊക്കെ തന്നെ ഇതിനെ തെളിവായി അവർ ചൂണ്ടിക്കാട്ടുന്നു. CPM തന്നെ ഒരു ഉന്നത നേതാവ് തനിക്ക് ഈ ഗൂഢാലോചനയെക്കുറിച്ച് നേരത്തെ വിവരം നൽകിയിരുന്നുവെന്ന അജയ് തറയലിൻ്റെ വെളിപ്പെടുത്തൽ സർക്കാരിനുള്ളിലെ ഭിന്നതയെയും അന്വേഷണത്തിൻ്റെ വിശ്വാസ്യതയെയും ചോദ്യം ചെയ്യുന്നതാണ്. വിജിലൻസിനെ രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കാനുള്ള ഒരു ഉപകരണമാക്കി മാറ്റുകയാണ് ഇവിടെ മുഖ്യമന്ത്രി ചെയ്യുന്നതെന്ന ആക്ഷേപം ഇതോടെ കൂടുതൽ ഇപ്പോൾ ശക്തമായി ഉയരുകയാണ്. CPMൻ്റെ സൈബർ പോരാളികൾ സോഷ്യൽ മീഡിയ വഴി നടത്തുന്ന പ്രചരണങ്ങൾക്കെതിരെയും കടുത്ത പ്രതിഷേധം ഇപ്പോൾ ഉയരുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് കേസും ലൈഫ് മിഷനിലെ കമ്മീഷൻ ആരോപണങ്ങളും നേരിടുന്ന ഭരണപക്ഷം സ്വന്തം മുഖത്തെ കറ മറയ്ക്കാനായിട്ട് മറ്റുള്ളവരുടെ മേൽ ചെളി വാരിയെറിയാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ കൃത്യമായ കണക്കുകളുടെയും കോടതി നിർദ്ദേശങ്ങളുടെയും ഒക്കെ തന്നെ അടിസ്ഥാനത്തിൽ നടന്ന ശബരിമലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളെ അഴിമതിയായി ചിത്രീകരിക്കുന്നത് വിശ്വാസികളോടുള്ള വെല്ലുവിളിയാണെന്നും UDF ആരോപിക്കുന്നു. ജയിലറ കാട്ടി കോൺഗ്രസ് പ്രവർത്തകരെ പ്രേരിപ്പിക്കാൻ നോക്കേണ്ടെന്നും ഏതു തരത്തിലുള്ള ചോദ്യം ചെയ്യലിനെയും അറസ്റ്റിനെയും നേരിടാനായിട്ട് തങ്ങൾ തയ്യാറാണെന്നുമുള്ള അജയ് തറയലിൻ്റെ ഉറച്ച നിലപാട് ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. അന്വേഷണം 30 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കിക്കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഹൈക്കോടതി വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഈ സാഹചര്യം അത് ഒരു സുവർണ അവസരമായിട്ടാണ് കോൺഗ്രസ് ഇപ്പോൾ കാണുന്നത്. തങ്ങളുടെ നേതാക്കൾ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് കോടതിയിൽ തെളിയിക്കാനുള്ള വേദിയായി ഇതിനെ മാറ്റാനാണ് പാർട്ടിയുടെ തീരുമാനം. എന്നാൽ അജയ് തറയലിനെതിരെ ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള നീക്കമുണ്ടായാൽ അതിനെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം തീർക്കുമെന്ന് പാർട്ടി നേതൃത്വം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ വിവാദം അത് കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകളിൽ പ്രധാന വിഷയമായി തുടരുമെന്ന കാര്യം ഉറപ്പാണ്. സ്വർണ്ണക്കള്ളന്മാരെയും സത്യസന്ധരെയും ജനങ്ങൾ തിരിച്ചറിയുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് ഇപ്പോൾ പ്രതിപക്ഷം ഈ നിയമ പോരാട്ടത്തെ നോക്കിക്കാണുന്നത്.